ഹലോ, നമ്മൾ മൊഡ്യൂൾ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ക്ലാസ്സസിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടേക്കുന്നത്, അങ്ങനത്തെ ഒരു പാർട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ട് ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് കാണുന്നതിന് മുമ്പ് മൊഡ്യൂൾ 2 വീഡിയോസ് 2 വീഡിയോസേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാവുന്നേ ഉള്ളൂ. ഒരു 2x ഇട്ട് കണ്ടാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ആ വീഡിയോസ് കാണുക, കാര്യങ്ങൾ പഠിക്കുക, ഒരു പ്രോബ്ലമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം പഠിക്കുക, എന്നിട്ട് മാത്രം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് മൊഡ്യൂൾ 2 നിന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് മാത്രമാണ്. സോ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 2 ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഡെഫിനിഷൻ എഴുതുക, അതേപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ കൂടി പ്രസൻറ്റ് ചെയ്യാം. സോ 3 മാർക്ക് നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് മൊഡ്യൂൾ 2 എസ്സേ പാർട്ടിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചോദിച്ചേക്കുവാണ് എന്താണ് ഒളിഗോപോളി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒളിഗോപോളി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് പ്രൈസ് റിച്ചിഡ് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒളിഗോപോളി ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ 2-3 മാർക്കോട് കിട്ടും. then നമുക്ക് എന്തുകൊണ്ടാണ് റിജിഡ് എന്ന് പറയുന്നത്, കാര്യം ഒളിഗോപോളിയിൽ നമുക്കറിയാം ഫ്യൂ സെല്ലേഴ്സ് ഉണ്ട്. അവർ തമ്മിൽ കോമ്പറ്റീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ അവർക്ക് തന്നെയായിരിക്കും പ്രശ്നം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏറെക്കുറെ റിജിഡ് ആയിട്ടുള്ളൊരു പ്രൈസ് ആയിരിക്കും നമ്മളവിടെ ഉണ്ടാവുക. കാര്യം പ്രൈസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഫിക്സഡ് ആയിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയേണ്ടത്. then നമ്മൾ അടുത്ത് ചോദിക്കുന്നത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നു, അതിന് നമുക്ക് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളിത് മൊഡ്യൂൾ 2 പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഞാനത് അവിടെ ഇനിയും പിന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാര്യം ഡിസ്കസ് ചെയ്താൽ ഒരുപാട് ടൈം എടുക്കും. സോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നില്ല. 3 മാർക്കിന് ചോദിച്ചാണ്, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നമുക്ക് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. മൊഡ്യൂൾ 2 ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ ഓവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്. മൊഡ്യൂൾ 2 ഓവർ ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് എ ഫേം ഈസ് ഏർണിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് ഇപ്പം മോണോപോളിസ്റ്റിക് കണ്ടീഷനാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സൂപ്പർ നോർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ആ ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഗ്രാഫ് വരയ്ക്കുക, എന്താണ് ബേസിക് ഒരു ഐഡിയ എന്ന് പറയാം, ഗ്രാഫിൻ്റെ സിറ്റുവേഷൻസ് പറയാം. സോ ഇത്ര കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് ചോദിച്ചാൽ ഒരു പ്രോബ്ലമാണ്. നമുക്കറിയാം ഇഫ് എ ഫേം സെൽസ് എ പ്രൊഡക്റ്റ് ഇറ്റ് പ്രൈസ് ഓഫ് 10 per unit. സോ നമുക്ക് അവിടുത്തെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6 രൂപയാണ്. ഫേം സ്പെൻഡ് 1000 rupees as റെൻറ്റ്, അതേപോലെ ഫേം സ്പെൻഡ് ₹10,000 as റെൻറ്റ്, അതേപോലെ തന്നെ 6000 ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ പാർട്ട് 1 നമ്മൾ മൊഡ്യൂൾ 2 ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് 3 മാർക്ക് 2 സ്റ്റെപ്പിൽ കിട്ടുന്നതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. സോ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഒരു പാറ്റേൺ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ 90%. സോ അതുകൊണ്ട് തന്നെ ഇത്രയാണ് മൊഡ്യൂൾ 2 നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ലാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ ലാസ്റ്റ് പരീക്ഷയുടെ സമയത്തൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ടൈം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് എന്തായാലും ഒരു പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. സോ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വളരെ വ്യക്തമായിട്ട് ഈ 2 നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് ഓൾറെഡി പ്രൊവൈഡഡ് ആയിരിക്കും. സോ താങ്ക് യു.